ഓണമൊക്കെ തീർന്നു, പക്ഷേ ഓണാഘോഷം തീർന്നിട്ടില്ല. ഓണാഘോഷത്തിൻ്റെ സമാപനത്തിൻ്റെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് പുലികളി തന്നെയാണ്. എന്തായാലും ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള തൃശ്ശൂരിലെ പുലികളി ഇന്ന് നടക്കും. വിവിധ പുലിമടകളിൽ പുലികളിക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. പുലികൾക്കുള്ള മെയ്യെഴുത്ത് എന്തായാലും രാവിലെ ആരംഭിച്ചിട്ടുണ്ട്. 9 പുലിമടകളിൽ നിന്നായി 480-ലധികം പുലികൾ ഇന്ന് വൈകുന്നേരം തൃശ്ശൂർ നഗരത്തെ വിറപ്പിക്കാനെത്തും. ഹരീഷ് നാരായണൻ ചേരുകയാണ്. ഹരീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്കറിയാം, തൃശ്ശൂരുകാർക്കെന്ന് പറഞ്ഞാൽ ആഘോഷം അത് വലിയൊരു ആവേശം തന്നെയാണ്. അവർ അത്രത്തോളം ആവേശത്തോടു കൂടിയാണ് ഈ പുലികളിയൊക്കെ സ്വീകരിക്കുന്നത്. പുലിമടയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഗുഡ് മോർണിംഗ്. നമ്മൾ പലപ്പോഴും ഈ കാടിറങ്ങുന്ന പുലികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ നാളോണ് നാളിൽ തൃശ്ശൂരിൻ്റെ ശക്തൻ തട്ടകത്തിലിറങ്ങുന്ന ഒരു കൂട്ടം പുലിക്കുട്ടികളുണ്ട്. അവരുടെ കാഴ്ചകളാണ് ഇന്ന്. ആ പുലികൾ ഒന്നടങ്കം വന്ന് ഈ ശക്തൻ്റെ തട്ടകം കീഴടക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ കുട്ടംകുളങ്ങര ദേശത്തിൻ്റെ ആ പുലിമടയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഈ ഒരു മെയ്യെഴുത്ത് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു ചായക്കൂട്ടുകളെല്ലാം തന്നെ ഇവർ നിറക്കൂട്ടുകളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഓരോ പുലികളുടെ ദേഹത്തായി ഈ ഒരു ചായം അത് തേച്ചു പിടിപ്പിക്കുന്ന ആ ഒരു കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷം ഇന്ന് വൈകിട്ടോടെയാണ് ഈ ഒരു പുലികളെല്ലാം തന്നെ ശക്തൻ്റെ തട്ടകം കീഴടക്കാൻ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പുലികളുടെ എല്ലാം മേൽ ഈ ഒരു ചായം തേച്ചു പിടിപ്പിക്കുന്ന ആ ഒരു കാഴ്ച അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വളരെ വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, എത്ര കൊല്ലമായി ഇപ്പോൾ ഈ ഒരു പുലികളിക്ക് ഇറങ്ങിയിട്ട്? ആദ്യമായിട്ടാണ്. കന്നിപ്പുലിയാണ്. അപ്പോൾ എന്താണ് എങ്ങനെയാണ് ഒരു പ്രതീക്ഷയൊക്കെ? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ തകർക്കാനുള്ള പരിപാടിയിലാണ്. തകർക്കും. ഇത്തവണ കുട്ടംകുളങ്ങര തന്നെ എടുക്കും. കുട്ടംകുളങ്ങരയ്ക്ക് വേണ്ടി നമ്മൾ കളിക്കുന്നു. വലിയൊരു പ്രതീക്ഷയാണ്. അപ്പോൾ ഒരു പ്രതീക്ഷ കൂടി വന്നതാണ്. അപ്പോൾ ഈ ആദ്യമായിട്ട് ഈ പുലികളിക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. ഫുൾ കോൺഫിഡൻസ്. നമ്മൾ തൃശ്ശൂർക്കാരനല്ലേ, അതിനൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ അതാണ് ഈ ഇത്തരത്തിൽ ആദ്യം ഇറങ്ങുന്ന പുലികളടക്കമുണ്ട്. അവർക്കും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ന് ഈ ഒരു പുലികളിയിൽ വൻ വിജയം കരസ്ഥമാക്കണമെന്നുള്ള ആ ഒരു സന്തോഷം തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. കണ്ടോ, മഞ്ഞ കളറിലൊക്കെ ഒരുപാട് പുലികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ചേട്ടാ, എങ്ങനെ പോകുന്നു? എത്ര വർഷമായി ഇപ്പോൾ? എന്താണ് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് ഒരു കോൺഫിഡൻസിനെ കുറിച്ച് പറയാം. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. നമ്മൾ അടിച്ചു പൊളിച്ച് പോകും. കൊല്ലത്തോട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കന്നിപ്പുലി. അതെ, ഇത്തവണ കുറേ പുതിയ ആളുകൾ വരുന്നുണ്ടല്ലേ? അതെ, തീർച്ചയായും. തൃശ്ശൂരിൻ്റെ അഹങ്കാരമാണല്ലോ. പിന്നെ പോകുന്നു. നിരവധി ആൾക്കാർക്ക് ഈ ഒരു മേഖലയിൽ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അവരിങ്ങനെ പുതിയ ആളുകൾ ഇങ്ങനെ ഓരോ വർഷം തോറും വന്നുകൊണ്ടിരിക്കും. അതെ, തീർച്ചയായും. ഒരു ഇൻസ്പിറേഷൻ ആയിക്കൊണ്ടിരിക്കണം അവരൊന്നും. തൃശ്ശൂർക്കാർ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഇൻസ്പിറേഷനാണല്ലോ. പ്രത്യേകിച്ച് കുറേ യുവാക്കളും വരുന്നുണ്ട്. തീർച്ചയായും. അതിൽ പ്രായഭേദമന്യമാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കൊരു ഉത്സാഹം കൂടിയാണ് ചെയ്യുന്നത്. അതാണ്, യുവാക്കളടക്കം ഇതിലെ പങ്കാളിത്തം വലിയ പങ്കാളിത്തമാണ് എന്നുള്ളതാണ്. പണ്ടൊക്കെ കുറച്ച് പ്രായം ചെന്ന കുടവയറുള്ള ആളുകളാണ് പുലികളിക്കെങ്കിൽ ഇപ്പോൾ യുവാക്കളും ഇതിലേക്ക് ഈ ഒരു രംഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് തൃശ്ശൂരിൻ്റെ മാത്രം സ്വകാര്യ അഹങ്കാരമാണ്. കാരണം തൃശ്ശൂർക്കാർക്ക് ഇത് അവരുടെ സ്വന്തമായ ഒരു ആഘോഷമാണ്. പൂരത്തെ പോലെ തന്നെ അത്രയും പ്രധാനപ്പെട്ട ഒരു ആഘോഷം എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം, അതായത് യുവാക്കളടക്കമുള്ള ജനപങ്കാളിത്തമാണ് ഈ ഒരു ഇവിടെ നമുക്ക് കാണാം. നിരവധി ആളുകൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് ഈ ഒരു പുലികളിയുടെ ഒരുക്കങ്ങളുമായി എന്നുള്ളതാണ്. ഈ മേൽ ചായം പുരട്ടാനും അതുപോലെ തന്നെ മറ്റ് ഈ പുലികളിയുടെ ഉപകരണങ്ങൾ, അതായത് മുഖംമൂടി അടക്കമുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം പ്രദർശനത്തിന് എത്തിച്ചു. ഇവിടെ ഈ സ്റ്റേജിലും നമുക്ക് ഒരുപാട് പുലികളെ കാണാം. നമുക്ക് അവരുടെ വിശേഷങ്ങളും ചോദിക്കാനുണ്ട്. വലിയ രീതിയിൽ ഈ ചിത്രങ്ങളൊക്കെ വരച്ച് വയറിൽ ചിത്രങ്ങളൊക്കെ വരച്ച് അരമണിക്കിലുക്കി ഈ ഒരു കുടവയർ കുലുക്കി വരുന്ന ആ പുലികളുടെ രംഗം കാണാനാണ് ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത്. ചേട്ടാ, വയറൊന്ന് ഇളക്കിക്കേ. ഇത്തരത്തിൽ ആളുകളെ ത്രസിപ്പിക്കുന്ന രീതിയിൽ, ആളുകളെ ആഘോഷത്തിൻ്റെ തിവർപ്പിലേക്ക് എത്തിക്കുന്ന രീതിയിൽ വയറിളക്കി ആ അരമണിയെല്ലാം കിലുക്കി കുടവയർ കുലുക്കി പുലി വരുന്ന ആ ഒരു ദൃശ്യങ്ങൾ കാണാനാണ് ഇന്ന് തൃശ്ശൂർക്കാർ കണ്ണും നട്ട് കാത്തിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് ഈ നടുവിലാൽ പ്രദേശത്തായിരിക്കും ഇത്തരത്തിൽ പുലികൾ വരിക. 9 സംഘങ്ങളിൽ നിന്നായി 450 പുലികളായിരിക്കും വരുന്നത്. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള പുലികളും 3-ാം കൊല്ലമായിട്ടുള്ളൂ ഈ കൊല്ലം ഞാൻ ഈ പുലികളിയുടെ വേഷം കെട്ടി തുടങ്ങിയിട്ട്. അത് നമ്മുടെ സുഹൃത്ത് എന്നെ ഇതിൽ കൊണ്ടിട്ടോ, പിന്നെ ഇതിൽ നിന്ന് ഊരിപ്പോകാൻ തോന്നുന്നില്ല. അങ്ങനെ എല്ലാ കൊല്ലം ഇപ്പോൾ പുലികളിയുടെ വേഷം ഇടാൻ പോവുക. ഇനി മരിക്കുന്നവരെ എല്ലാ കൊല്ലം ഇവിടെ തൃശ്ശൂർ വേണ്ടി കളിക്കും ഞാൻ. എത്ര വർഷമായി? ഞാൻ 3 കൊല്ലമായിട്ടുള്ളൂ. മൂന്ന് കൊല്ലത്തെ ആ ഒരു എക്സ്പീരിയൻസ്. ഇപ്പോൾ വളരെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട്. എന്നാൽ കുറച്ച് ഇപ്പോൾ കന്നിപ്പുലികൾ ഇത്തവണ ഒരുപാട് പുതിയ ആളുകൾ ഈ ഒരു മേഖലയ്ക്ക് എത്തുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്?
അടിപൊളി സൂപ്പറായിട്ട് ചെയ്യണം, അതന്നെ, വേറൊന്നുമില്ല. അപ്പൊ തകർക്കുന്നു. അടിപൊളി സൂപ്പർ, അതന്നെ, അടിച്ച് പൊളിച്ച് അങ്ങോട്ട് തകർത്ത് കളിക്കും, അതന്നെ അതന്നെ പൊളി. ആ വയറൊന്ന് ഇളക്കി ഒന്ന് കാണട്ടെ. മതിയില്ലേ? യെസ് യെസ്. അപ്പോൾ അതാണ് ഇത്തരത്തിൽ പുതിയ ആളുകളും ഉണ്ട്, എന്നാൽ ഒരുപാട് പരിചയ സമ്പന്നരായ വർഷങ്ങളോളം ഈ ഒരു മേഖലയിലുള്ള ആളുകളും കൂടി ഉണ്ട്. അങ്ങനെ ഒരാളാണ് ഇപ്പോൾ പരിചയപ്പെടുന്നത്. ചേട്ടാ, എത്ര വർഷമായി ഈ ഒരു പുലികളി തുടങ്ങിയിട്ട്? ഇത് കൊല്ലത്തോടെ 51 കൊല്ലായി. 51 കൊല്ലം. 51 കൊല്ലമായി പുലികളി മേഖലയിൽ സജീവമായ ഒരാളാണ്. എത്ര വയസ്സ് മുതൽ തുടങ്ങിയത്? 12 വയസ്സ്. 12 വയസ്സ് മുതൽ ഇപ്പോൾ 66 വയസ്സായി. 12 വയസ്സ് മുതൽ 66 വയസ്സ് വരെ 51 കൊല്ലം ഈ ഒരു മേഖലയിലുള്ള ആളാണ്. അപ്പൊ ചേട്ടന് ഒരുപാട് അനുഭവങ്ങൾ പറയേണ്ടായിരിക്കും. 2 കൊല്ലം ഇട്ടില്ല, 18 മറ്റേ വെള്ളപ്പൊക്കം, ഒരു കൊറോണ, ബാക്കി എല്ലാ കൊല്ലവും ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ ഇതിനു വേണ്ടി നമ്മളിപ്പോൾ ഏത് സ്റ്റേറ്റിലെ ജോലി ഉണ്ടെങ്കിലും ഈ 3 അന്ന് ഇവിടെ തിരിച്ചെത്തിയിരിക്കും. അത് എത്ര ലക്ഷം രൂപ ശമ്പളം കിട്ടിയാലും നമ്മളത് ഉപേക്ഷിക്കും. അതൊരു വികാരമാണല്ലേ? ഞങ്ങളുടെ തൃശ്ശൂരുകാരൻ്റെ സ്വകാര്യ ഒരു അഹങ്കാരമാണ്. ആദ്യമൊക്കെ ഞങ്ങൾ ഒലക്കേര മുകളിൽ നിന്ന് കളിച്ചിരുന്നത്. ഇപ്പോൾ ലോറി, ടേബിളോ ഈ വക സെറ്റിങ്സൊക്കെ, അന്നൊന്നും അതില്ല. ഒലക്കേര മുകളിൽ കയറി നിർത്തുന്ന കളി. ഇപ്പോൾ ഈ 51 ഈ 66 വർഷം വരെ കളി തന്നെയാണ്. ഇതിനിടയിൽ ഇനിയിപ്പോൾ ഈ പുലിക്കളിയിൽ തന്നെ കുഴഞ്ഞു വീണ് മരിക്കണമെന്നാണ് ആഗ്രഹം. അത്രയും ശരീരത്തിൽ ലയിച്ചു പോയി ഇത് ഞങ്ങളുടെ അഹങ്കാരം. ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ വരേണ്ടതിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അവർക്ക് ഇതുകൊണ്ട് ആവശ്യം കൂടി വരുന്നു. ഇപ്പോൾ ഞങ്ങളൊക്കെ ബാക്കിലേക്ക് പോകുമ്പോൾ അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും വർഷം ഉണ്ടാകുമ്പോഴേ ആ ഒരു അന്നത്തെ മുതൽ ഇപ്പോഴത്തെ ഒരു മാറ്റം വലുതാണല്ലോ. ഇപ്പോൾ ഒരുപാട് ടാബ്ലോകളും കാര്യങ്ങളൊക്കെ വന്നു. പണ്ട് അത്തരം ഇതൊന്നുമില്ല. അപ്പോൾ അത് എങ്ങനെയാണ് അപ്പോൾ അതിനെ കാണുന്നത്? അന്നൊക്കെ നമ്മൾക്ക് ഈ ഓരോ ജുവല്ലറിയുടെ പരസ്യം ഈ പുലികളുടെ മേത്ത് എഴുതി വയ്ക്കും. തൃശ്ശൂർ ടൗണിലുള്ള ഓരോ പുലികളുടെ ഓരോ ജുവല്ലറികളുടെ പരസ്യമൊക്കെ എഴുതി വെച്ചിട്ടാണ് കളിക്കുക. അപ്പോൾ അവരാണ് പെയിൻറ്റ് മേടിക്കാനും ഭക്ഷണത്തിനും കാശ് തരാം ഈ പരസ്യം വെക്കുന്നതിന്. അപ്പോൾ ഒരുപാട് ജുവല്ലറി, അതൊന്നും നമ്മളിപ്പോൾ എല്ലാ ജുവല്ലറി നമ്മളെടുത്ത് പേരെടുത്ത് പറയണമെന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കളി തുടങ്ങിയതാണ്. പാട്ട കുട്ടിയിട്ടും ചെളി വാരി തേച്ച് നീളം തേച്ചിട്ടൊക്കെ. പിന്നെ ഇത് ഔദ്യോഗികമായി കളി തുടങ്ങിയപ്പോൾ തുടക്കം മുതലേ നമ്മൾ ഇതിലുണ്ട്. അന്ന് മത്സരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സരമല്ല, ഒരു ആവേശമായിട്ട് സമ്മാനമൊന്നുമില്ല. എല്ലാവരും ടൗണിൽ കയറി കളിക്കുക ടീമുകളായിട്ട്. അന്ന് 10-20 ടീം, ചെറിയ ടീമുകളൊക്കെ ഉണ്ട്. ശരിക്കും ആകെ 6 ടീമാണ് ശരിക്കും നിലവിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ വന്ന ടീമുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പഴയ ടീം ഇപ്പൊ ആവേശം കുറച്ചും കൂടി പ്രൊഫഷണലായി, കുറച്ചും കൂടി ആവേശം കൂടി, ആളുകൾ കൂടുതലായി എത്തുന്നു കൂടി. എല്ലാവരും ഇതിനെ കേരളം മൊത്താകെ തന്നെ അംഗീകരിച്ചു. തൃശ്ശൂർ പൂരത്തിനോടൊപ്പം മുട്ടി നിൽക്കുന്ന ഒരു സംവിധാനമായി ഇത്. അതായത് തൃശ്ശൂർ പൂരത്തിന്റെ അത്ര തന്നെ വലിയൊരു ആഘോഷമായിട്ട് പുലിക്കളി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനേക്കാളും ആവേശമാണിത്. ഞങ്ങളൊക്കെ അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനേ ചുറ്റും നിൽക്കണവർ ഓളിയിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആവേശമാണ്. അപ്പോൾ നമുക്ക് കളിക്കാൻ പറ്റില്ലെങ്കിൽ ആ ആവശ്യത്തിന് നമ്മൾ കളിച്ച് പോവും. അതങ്ങനെ ഈ ഇത്രയും വർഷത്തിനിടയിൽ എത്ര തവണ സമ്മാനം കരസ്ഥമാക്കിയിട്ടുണ്ട്? സമ്മാനം വിവിധ ടീമുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കളിച്ചിട്ടുള്ളത്. പല ടീമുകൾക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പം അന്നൊന്നും സമ്മാനമില്ല. ഇപ്പോൾ സമ്മാനം മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ശേഷം കോർപ്പറേഷൻ വന്നപ്പോഴാണ് ഈ സമ്മാനത്തിൻ്റെ ഇത് വന്നത്. മുനിസിപ്പാലിറ്റിയിൽ എന്തൊക്കെ ചെറിയൊരു ട്രോഫി കൊടുത്തിരുന്നത്. ഇപ്പം നല്ലൊരു സംവിധാനം കോർപ്പറേഷൻ വന്നതിന് ശേഷം. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഒരുപാട് അധ്വാനമുണ്ട് ഇതിൻ്റെ പിന്നിൽ. 10-50 ആളുകളും വേണം ഈ ഒരു ടീമിനെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ. പിള്ളേർ കുറേ വേണം. ഈ പുലിയും ചണ്ടക്കാരും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോയ ടീമിന് വലിയൊരു ചുമതലയാണ്. അതുപോലെ തന്നെ ഇത്രയും വർഷം ഇപ്പോൾ ചേട്ടൻ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഈ വയർ ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ വയറുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം കിട്ടുന്ന ഒരേ ഒരു സ്ഥലം ഈ തൃശ്ശൂരാണ്. പുലിക്കളിയുടെ ഒരു ദിവസമാണെന്നുള്ളതാണ് അല്ലേ? അതെ. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് ഈ ഒരു വയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് അങ്ങനെ ആവേശമായിട്ട് അതുകൊണ്ട് വരും. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വയറുള്ള തന്നെ ഒന്നിനും കൊള്ളില്ല. ഈ പുലിക്കളിക്ക് മാത്രമേ ആൾ ആവശ്യമുള്ളൂ. പുലിക്കളിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ് ഈ വയറുള്ള ആൾക്ക്. പുലിക്കളി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ തിരിഞ്ഞു നോക്കില്ല ഈ വയറുള്ള ആളെ. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ കളിക്കുന്നിടത്തോളം കളിക്കുക. ഈ കളിക്കുമ്പോൾ ഇവിടെ തന്നെ കളിച്ച് ഈ ടൗണിലോ വടക്കത്താൻ്റെ മുമ്പിൽ എവിടെയെങ്കിലും കുഴഞ്ഞു വീണം, അല്ലെങ്കിൽ വേഷം ഇടുന്നിടത്തോ കുഴഞ്ഞു വീണ് പുലിയോട് കൂടി മരിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. പുലിയായിട്ട് തന്നെ മരിക്കണം എന്നുള്ള ആഗ്രഹമാണോ ചേട്ടൻ? അതായത് ആ വേദിയിൽ തന്നെ കിടന്നല്ലേ? അല്ല, അതാണ് ആ വേദിയിൽ കിടന്ന് മരിക്കണം എന്നുള്ളതാണ്. അത്രയും ഇതിനോടുള്ള ആവേശമാണ്. അതാണ് ഇവരുടെയൊക്കെ രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഈ പുലികളിക്ക് ഒരിക്കലും റിട്ടയർമെന്റ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുള്ളിയോട് എനിക്ക് ഒരു ചോദ്യമുണ്ട്. അതായത് പല മേഖലകളിൽ പുതിയ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ പുലികളിയിൽ അതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ട്രെൻഡ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ചോദിക്കാമോ? ശ്രീജ, ഒന്നുകൂടി ആവർത്തിക്കാമോ?
ഹരീഷേ, നമുക്ക് അറിയാം, നമുക്ക് ഈ ഓണാഘോഷമാണെങ്കിലും പല മേഖലകളിലുമൊക്കെ ലേറ്റസ്റ്റ് ഒരുപാട് ട്രെൻഡുകളുണ്ട്. അപ്പോൾ പുലികളിയിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താണ്? അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി. തീർച്ചയായിട്ടും പുലികളിയിലും ഉണ്ടായിരിക്കുമല്ലോ ഈ നമ്മുടെ ഈ പൂരത്തിൻ്റെ വെടിക്കെട്ടിനൊക്കെ ഉള്ള പോലുള്ള സസ്പെൻസുകളുണ്ട്. അത് തീർച്ചയായിട്ടും പുലികളിയിലുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നിശ്ചല ദൃശ്യങ്ങൾ, ടാബ്ലോകൾ എന്നിവയാണ്. അത് എന്തായിരിക്കുമെന്ന് ആ ഒരു സമയത്ത് മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരുപാട് വ്യത്യസ്തമായ സസ്പെൻസുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഡിജിറ്റലൈസ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യത്തെ ടാബ്ലോകൾ എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ നിശ്ചല ദൃശ്യങ്ങളാണെങ്കിൽ ഇന്ന് അത് ഡിജിറ്റൽ വൽക്കരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് സസ്പെൻസുകൾ ഉണ്ട്. അത് തീർച്ചയാണ് ചേട്ടാ, അല്ലേ? ഇത്തവണ നമുക്ക് എങ്ങനെയാണ് പുതിയ ടാബ്ലോകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സസ്പെൻസുകളൊക്കെ എത്രത്തോളം ഉണ്ട്? ഇഷ്ടംപോലെ ടാബ്ലോ നമ്മുടെ ഇതിൽ തന്നെ അപ്പുറത്ത് സെറ്റ് ഉണ്ട്, അമ്പലത്തിൻ്റെ അവിടെ സെറ്റ് ഉണ്ട്. ഇവർ തന്നെ കുറേ പരിപാടികൾ, പ്രതീക്ഷിക്കാത്ത പരിപാടികളുണ്ട്. നല്ല സൂപ്പർ പരിപാടികൾ. ഞാൻ അന്ന് തന്നെ വന്നപ്പോൾ നന്നായിട്ട് എന്നെ പറയണം, സതീശേട്ടാ വന്നോളൂട്ടോ, അടിപൊളി പരിപാടിയാക്കണം, നമുക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ മേടിക്കണം. പരമാവധി ഞങ്ങൾ ശ്രമിക്കും 100% ഫസ്റ്റ് പ്രൈസ് മേടിക്കാൻ. പുതുമകൾ ഒരുപാട് വരുന്നുണ്ടല്ലേ ഈ മേഖലയിൽ? വരുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെ പറയാ, ഇപ്പോൾ എല്ലാവരോടും പറയാൻ കിട്ടുന്നില്ല. രാവിലെ മുതൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണല്ലേ, ആ കളിക്കാൻ തയ്യാറായി നിൽക്കും. അതന്നെ ഓക്കെ. അതെ. അപ്പോൾ ആ ഒരു ആവേശമാണ് നമ്മൾ ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരുപാട് പേര് ഈ പുലികളിയുടെ ഒരുക്കവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. രാവിലെ മുതൽ വന്ന് ഈ ഒരു ചായം പൂശുന്ന ചടങ്ങുകളിലേക്കൊക്കെ പോവാണ്. നമുക്ക് ഇവിടെ കുറച്ച് യുവാക്കളൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇവരോടുകൂടി ചോദിക്കാം. ചേട്ടാ, ഇതെങ്ങനെയാണ്, ഇതിന്റെ ഭാഗമാണോ, എന്താണ്? ഞാൻ സെക്രട്ടറിയാണ്, സംഘത്തിൻ്റെ സെക്രട്ടറിയാണ്, പുലിക്കളി സംഘത്തിൻ്റെ. അപ്പോൾ നമ്മളിവിടെ ഒരു 4 മണി തൊട്ട് വരെ തുടങ്ങിയിട്ടുണ്ട്. ഓരോ പുലികളായിട്ട് ഓരോരുത്തർ വരുന്നു, ഓരോ സ്ഥലങ്ങളിൽ നിന്ന്. തൃശ്ശൂരിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാർ നമുക്കിവിടെ വേഷമുണ്ട്. അപ്പോൾ ഓരോരുത്തരൊക്കെ വന്നു തുടങ്ങി, വരകൾ തുടങ്ങി, എല്ലാം ലൈവായിട്ടുണ്ട്. ഇനി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നേരം കഴിഞ്ഞാൽ നല്ല ചൂട് പിടിക്കും. പിന്നെ നമുക്ക് ഏകദേശം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം. 4 മണിക്കാണ് നമുക്ക് എൻട്രി പോയിന്റ് കയറേണ്ടത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തവണ എന്തെങ്കിലും പുതുമകൾ കൊണ്ടുവരുന്നുണ്ടോ? ഒരുപാട് സസ്പെൻസ് എന്തായാലും ഓൾറെഡി ഉണ്ടാവുമല്ലോ, ടാബ്ലോ ആണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ടൗണിൽ വരുമ്പോൾ കാണാം. ആ സമയത്ത് കാണാൻ പറ്റുള്ളൂ. അത് സസ്പെൻസ് ആണല്ലോ. അതെ. എന്തായാലും ഇത്തവണ ഒരു വലിയ പ്രതീക്ഷയാണോ? നല്ല പ്രതീക്ഷയുണ്ട്. കാരണം നമ്മൾ പണ്ട് തൊട്ടേ നല്ല പേരിലൊരു ടീമായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഗ്യാപ്പ് വന്നു. നമുക്കൊരു 2016 തൊട്ടൊരു ഏകദേശം കുറച്ചൊരു 8 കൊല്ലത്തിൻ്റെ അടുത്ത് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പേര് തിരിച്ചു കൊണ്ടുവരണം, ആ കപ്പ് ഇവിടെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. പഠിക്കുന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതെ. ആവേശമാണ്. അതെ. എന്താ പറയാനുള്ളത്? ഞാൻ ആളുടെ വൈഫാണ്. അപ്പം സ്ഥിരമായിട്ട് വരാറുണ്ടോ അവിടെ? ഇല്ല, ആദ്യമായിട്ടാണോ? ഇല്ല, ഞങ്ങളുടെ കല്യാണത്തിന് തൊട്ട് മുന്നേ ആയിട്ട് വിഷ്ണു വേഷം ഇട്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം കുറച്ച്. അപ്പോൾ എവിടെയാ സ്ഥലം ശരിക്കും? ഇവിടെ തന്നെയാണ്, തൃശ്ശൂർ തന്നെയാണ്. ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇവിടെയാണ്, പക്ഷേ എൻ്റെ ബേസ് ഒന്നും ഇവിടെ അല്ല. അപ്പോൾ ഈ ഒരു പുലികളി, തൃശ്ശൂരിൻ്റെ ഒരു പുലികളിയുടെ ആവേശമൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നു? എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ഇതിൻ്റെ പിന്നിൽ ഇത്ര മാത്രം വർക്കൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ തുടക്കം തൊട്ടേ തന്നെ എനിക്ക് അപ്പോഴാണ് മനസ്സിലായി ഇത്രയും മാസങ്ങൾ ഇതിൻ്റെ പിന്നിലൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളതും ഓരോരോ ഡീറ്റെയിലിങ്ങും. പിന്നെ എനിക്ക് ആർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അതെ. അതാണ്, പലർക്കും ഇത് പുതിയ എക്സ്പീരിയൻസ് ആണ്. പല ആളുകളും പുതുതായി ഇത് കണ്ട് ആസ്വദിച്ച് ഈ ഒരു രംഗത്തേക്ക് വരുന്നു, ഇതിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ വലിയ ഒരു കൂട്ടായ്മയുടെ ശ്രമമാണ്, വലിയ ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമാണിത്. ഇത്തരത്തിൽ ആവേശത്തോടു കൂടി ഇന്ന് ഈ ഒരു പുലികൾ ഇറങ്ങുന്ന ആ ഒരു ദൃശ്യത്തിന് വേണ്ടി ആ കണ്ണ് നട്ട് ഈ തൃശ്ശൂർക്കാർ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും വൈകിട്ടോടുകൂടി പുലികൾ ഓരോ മടകളിൽ നിന്നായി ഈ ഒരു തേക്കിൻകാട് മൈതാനിയിലേക്ക് എത്തും. ശ്രീജ.